ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായവയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല. മറിച്ച് വർഗീയ വിദ്വേഷം പടർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത്. കലയെ വിലയിരുത്തുന്നതിന് കലക്കപ്പുറമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് അതിനെ വർഗീയത കൊണ്ട് പകരം വെക്കുന്നതിന് വേണ്ടി കലയെ ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. കേരളത്തിലെ സാംസ്കാരിക സമൂഹം, വിശേഷിച്ച് ചലച്ചിത്ര സമൂഹം ദുരുപദിഷ്ടമായ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ കേരളത്തിൻ്റെ ചലച്ചിത്ര പൊതുബോധം ഒന്നാകെ ഉണരേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും വിധ്വംസകമായി അവതരിപ്പിക്കുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട്. മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിതക്രമത്തോടും ചേർന്നു നിന്നതുകൊണ്ടാണ്. ആടിത്തറക്കുന്നവർക്കാണ് ആക്രമണമുണ്ടാകുന്നത്. ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനൊരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. അതോടൊപ്പം കേരള ചലച്ചിത്ര രംഗത്തിന് അർഹമായ തോതിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര രംഗത്ത് ധാരാളം സംഘടനകൾ ഇപ്പോഴുണ്ട്. സ്വാഭാവികമായും നേതൃതല മത്സരങ്ങളും ഉണ്ടാവും. ഈ ഇൻഡസ്ട്രി നിലനിന്നാലേ തങ്ങളുള്ളൂ എന്ന ബോധത്തോടെ ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി എല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മലയാള ചലച്ചിത്ര മേഖലയുടെ വികസനത്തിനായി സർക്കാർ തലത്തിൽ വിവിധ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആദ്യ ഇടപെടലുണ്ടാകുന്നത് 1967 EMS സർക്കാരിൻ്റെ കാലത്താണ്. ചലച്ചിത്ര വ്യവസായത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി നടപടി സ്വീകരിക്കുമെന്ന് അന്നത്തെ വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് 1968 സിനിമയെ ചെറുകിട വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ അനുവദിച്ചു. 1975 ജൂലൈ 23 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത്. 1980 ജൂൺ 29 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. മദ്രാസിലുള്ള മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുകയായിരുന്നു പ്രധാന ലക്ഷ്യം. അതിനായി പ്രത്യേക സബ്സിഡി സർക്കാർ അനുവദിക്കുകയും ചെയ്തു. സർക്കാർ തലത്തിൽ
ആദ്യമായി തിയേറ്റർ തുടങ്ങുന്നത് 1985-ലാണ്. തിരുവനന്തപുരത്ത് കലാഭവൻ സ്ഥാപിതമായതിനു ശേഷം 1988-90 വർഷങ്ങളിലായി തിരുവനന്തപുരത്തും കോഴിക്കോടും കൈരളി, ശ്രീ തിയേറ്റർ സമുച്ചയങ്ങൾ തുടങ്ങി. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് കഴിഞ്ഞ LDF സർക്കാരും ഈ സർക്കാരും ഏറ്റെടുക്കുന്നത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്ക് സിനിമാ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതി ചലച്ചിത്ര മേഖലയിൽ ആരംഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 1.5 കോടി രൂപ വീതം 2 വനിതകൾക്ക് ധനസഹായം അനുവദിച്ചു വരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട നിഷിദ്ധോ, B32 മുതൽ 44 വരെ എന്നീ സിനിമകൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചിത്രീകരണം പൂർത്തിയായ മുംത എന്ന ചിത്രത്തിൻ്റെ സാങ്കേതിക വിഭാഗം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വനിതകളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകളുടെ മാത്രം മേൽനോട്ടത്തിൽ പൂർത്തിയാവുന്ന ഒരു സിനിമ സർക്കാർ തലത്തിൽ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന 27ാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്ത വിക്ടോറിയ എന്ന ചിത്രം സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ്. 2021 മുതൽ SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതും നമ്മുടെ കേരളത്തിലാണ്. 1998 ആഗസ്റ്റ് 17-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. TK രാമകൃഷ്ണനായിരുന്നു അന്നത്തെ സാംസ്കാരിക മന്ത്രി. ഇന്ത്യൻ സിനിമയുടെ ഗുണകരമായ മാറ്റത്തിനായി 1980-ൽ ശിവരാമകാരന്ത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഫലമായിരുന്നു ഇത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളുടെ പ്രോത്സാഹനത്തിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്തുത്യർഹമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിയാഫിൻ്റെ അംഗീകാരമുള്ള ചലച്ചിത്രമേളയായ IFFK 29 പതിപ്പുകൾ പൂർത്തിയാക്കി. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മേളയെന്ന ഖ്യാതി നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിനിമാ രംഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ സമയ പരിമിതിയുണ്ട്. സിനിമകളിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത നിലയിൽ വയലൻസ് കടന്നു വരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. പ്രതീകാത്മകമായി അവതരിപ്പിക്കുമ്പോഴാണ് എന്തും കലാത്മകമാവുക. ഇക്കാര്യം ചലച്ചിത്ര സംവിധായകർ ഓർമ്മ വെക്കുന്നത് നന്നാകുമെന്നാണ് തോന്നുന്നത്. അതിഭീകര വയലൻസിൻ്റെ ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനോഘടനയെ പോലും വികലമാക്കുമെന്ന് പലരും ഭയപ്പെടുന്നു. മയക്കുമരുന്നിനെയും രാസലഹരിയെയും മഹത്വവൽക്കരിക്കുന്ന ചിത്രങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നതായി കരുതുന്നവരുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റകൃത്യമാണ് അതിനെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നതും. ചലച്ചിത്രങ്ങളുടെ ഇതിവൃത്തങ്ങളിൽ നിന്ന് മാത്രമല്ല, ചലച്ചിത്ര രംഗത്ത് നിന്നാകെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം തുടച്ചു നീക്കാനാവണം. സർക്കാർ ഇക്കാര്യത്തിൽ ദൃഢയുക്തതയോടെ തന്നെ ഇടപെടുകയാണ്. ചലച്ചിത്ര കലാരംഗത്തുള്ളവർ മാതൃക സൃഷ്ടിക്കും വിധം ഈ രംഗത്ത് പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയവിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദവേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ
ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.